ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുട്ട കൊണ്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി. മുട്ടയും പൊട്ടാറ്റോയും തക്കാളിയും ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഇങ്ങനെ നമ്മൾ മുട്ട കൊണ്ട് തയ്യാറാക്കിയാൽ നമുക്ക് വേറെ ഒഴിച്ചുകറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വീഡിയോ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ടേ. അപ്പോൾ മുട്ട കൊണ്ടുള്ള ഈ സൈഡ് ഡിഷ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഇതവിടെ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ കനം കുറവുമല്ല കനം കൂടിയിട്ടുമല്ല. അത് അങ്ങനെ ഒരു മീഡിയം സൈസിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിന് ഒരു സ്വഭാവം ഉണ്ടല്ലേ, നമ്മൾ ഏത് കറിയുടെ കൂടെയും അതങ്ങ് ചേർന്ന് പൊക്കോളും. ഏത് കറിയുടെ കൂടെയും നമുക്ക് ചേർക്കാവുന്ന ഒരു സംഭവമാണ് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഈ ഉരുളക്കിഴങ്ങിനോടൊരു പ്രത്യേക ഇഷ്ടം തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നുറുക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നുറുക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി ഇതുപോലെ വട്ടത്തിലാണ് ഞാൻ നുറുക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തക്കാളി ഉരുളക്കിഴങ്ങും ഇതുപോലെ നുറുക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ ലൈറ്റായിട്ട് ഉപ്പ് ചേർത്താൽ മതിയാവും. കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടിലും. എന്നിട്ട് അതിന് ശേഷം ഞാൻ രണ്ടിലും മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് രണ്ടും ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഉരുളക്കിഴങ്ങും തക്കാളിയും ഒക്കെ ഞാനിതാ മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അതിലോട്ട് പിടിക്കുന്ന രീതിയിൽ ആക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലോട്ട് ഈ മുളക് പൊടി ഉപ്പും തിരുമ്പി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വറുത്തെടുക്കണം, നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെയാണ് ഞാനിതാ ചെയ്തെടുത്തിട്ടുള്ളത്, നുറുക്കിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗം മൂത്ത് വന്നപ്പോൾ അപ്പുറത്തെ ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാനിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വറുത്തെടുത്തിട്ട് മാറ്റി കൊടുത്ത അതേ പാനിൽ തന്നെ നമുക്ക് ഈ തക്കാളിയും ഒന്ന് ഇട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. 2-3 മിനിറ്റ് ഒരു ഭാഗം ആയി വരുമ്പോഴേക്കും നമുക്ക് അപ്പുറത്തെ ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഉരുളക്കിഴങ്ങിൻ്റെ അത്രയും വേവ് വേണ്ടല്ലോ തക്കാളിക്ക്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ തക്കാളി നമ്മൾ ഉടഞ്ഞു പോവാതെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ആ പാനിൽ നിന്ന് തക്കാളിയും കൂടെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു 3-4 വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. വല്ലാതെ അങ്ങോട്ട് കരിഞ്ഞു പോകണ്ട. ഇത് ഒന്ന് എണ്ണ നന്നായിട്ട് ചൂടായിട്ടല്ലേ ഇരിക്കുന്നത്, അതിലോട്ട് 1 മിനിറ്റ് വരെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോഴത്തേക്ക് അതും കൂടെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 മുട്ട ഒരു ബൗളിലോട്ട് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ എടുത്ത ഉരുളക്കിഴങ്ങിൻ്റെയും തക്കാളിയുടെ അളവിന് 4 മുതൽ 6 മുട്ട വരെ എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ആകെ 4 മുട്ട ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ 4 മുട്ട എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 മുട്ട വരെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ മുട്ടയിലോട്ട് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടായി കിടക്കുന്ന പാനാണ്. 4 മുട്ട മുഴുവനായിട്ടും തന്നെ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സിമ്മ് ലോ ആക്കി വെക്കുക. അതിനുശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കുക. കഷ്ണം കഷ്ണമായിട്ട് നമുക്ക് മുട്ട കിട്ടണം കേട്ടോ. അപ്പം നമ്മുടെ മുട്ടയും ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമുക്ക്
എടുക്കാനായിട്ട്. വല്ലാതെ അങ്ങ് പൊടിഞ്ഞെടുക്കരുത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇത്രയും ചുവന്ന ഉള്ളി എടുത്തിട്ടുണ്ട്, അതായത് ചെറിയ ഉള്ളി. അപ്പോൾ ഒരു ബൗള് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്തിരി കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. ചെറിയ ഉള്ളിയൊക്കെ ഒരുപാട് കൂടിയാലും നമുക്ക് നല്ല ഇത് കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിലോട്ട് പിന്നീട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ്, കുറച്ച് വെളുത്തുള്ളി. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് മുളകാണ്, വറ്റൽ മുളക് നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടില്ലേ, ആ മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ചതയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ചതച്ചെടുക്കാനായിട്ട്. എന്നിട്ട് അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 1ാമത്തെ ബട്ടണിൽ ഒരൊറ്റ പ്രാവശ്യം കറക്കിയെടുത്താൽ മതിയാവും. നന്നായിട്ട് അത് ചതഞ്ഞ് കിട്ടും. വല്ലാതെ അങ്ങ് അരഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയപ്പോൾ ഞാനിത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ മുട്ടയിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്, ഉരുളക്കിഴങ്ങിലും തക്കാളിയിലും എല്ലാം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഉപ്പ് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ എന്നിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവറൊക്കെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് പിടിക്കാനായിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം വഴറ്റി കൊടുത്തതിന് ശേഷം മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കണം. അപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാ ഫ്ലേവറും മുട്ടയിലൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ട് ടേസ്റ്റ് നന്നായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ചൂടിൽ കിടന്ന് തന്നെ ഞാനിതാ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ള തക്കാളിയില്ലേ, അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി വല്ലാതെ അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട, ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. അപ്പം നമ്മൾ മുട്ടയിലോട്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ തക്കാളി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അത് വല്ലാതെ അങ്ങോട്ട് ഉടഞ്ഞു പോവാത്ത രീതിയിലാണ് ഞാൻ തക്കാളി ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ഈ ദോശയുടെ കൂടെയും അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. മുട്ട വെച്ചിട്ടുള്ള ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്